സുകുമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ DYSP കുരുവിളയുടെ എല്ലാ കള്ളത്തരങ്ങളും വസുന്ധര IPS കണ്ടുപിടിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും പ്രകാശ് മേനോനോട് ഋഷി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ തന്നാൽ നിങ്ങൾ എന്നെ വിട്ടയക്കുമെന്ന് എന്താ ഉറപ്പ്, അതിനെന്താ തെളിവെന്ന് വയ്ക്കുമ്പം ഈ പ്രകാശ് മേനോനാണെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിക്കുന്നത് ഈ ത്യാഗരാജനെയാണ്. ത്യാഗരാജനാണ് ഈ ഋഷിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് വന്നത്. അന്നേരം ഋഷി പറയുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടനോ, ചേട്ടൻ കാണില്ലേ, ഇയാൾ എന്നെ തടവിലാക്കിയേക്കുവാന്ന്. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോനെ, നിന്നെ വിട്ടയക്കണമെങ്കിൽ ഇവൻ ചോദിക്കണ പൈസ കൊടുക്കണം എന്നാണ് ഇവൻ പറയണേ, ഇവനക്ക് പൈസ കൊടുത്താൽ എന്നെ വിട്ടയക്കുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, അതിനുറപ്പ് ഞാനല്ലേ, പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി, മോനെ വിട്ടയച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇവനക്ക് പൈസ കൊടുക്കുള്ളൂ എന്ന്. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ ചേട്ടൻ പറയണത് നേരാണോ എന്ന് ചോദിക്കുമ്പോൾ മോനക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ, മോൻ്റെ അമ്മയുടെ വിശ്വസ്തനായിട്ട് ഞാൻ എത്ര കാലം അമ്മയുടെ കൂടെ നിന്നതാന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, ചേട്ടനൊക്കെ അറിയോ, ഇയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എത്ര ദിവസമായി എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കണു, എന്നെ മാത്രമല്ല ആ നന്ദനെയും കൂടി ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന്. അന്നേരം ത്യാഗരാജൻ മനസ്സിൽ പറയുന്നുണ്ട്, അതെനിക്ക് അറിയാടാ, നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത് ഞാൻ തന്നെയാണ്, അതെന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന്. ആ സമയം ഋഷി ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചതും, അതല്ല ഞാൻ ഋഷിയുടെ കാര്യം ആലോചിക്കുമായിരുന്നു, എങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നതാ, എന്നിട്ടിപ്പോൾ ഇവരുടെ തടവിൽ എത്ര കഷ്ടപ്പെട്ടാണ് നീ കഴിയണത്, എത്രയും പെട്ടെന്ന് മോന് ഇവിടുന്ന് രക്ഷപ്പെടണം, അതുമാത്രമല്ല അരുന്ധതി മേഡം മോനെ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, എൻ്റെ അമ്മ എത്ര കോടി വേണമെങ്കിലും നിങ്ങൾക്ക് തരും, പക്ഷേ എന്നെ വിട്ടയക്കും എന്നുള്ള ഉറപ്പ് വേണമെന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, അതോർത്ത് മോൻ ടെൻഷൻ ആവുമൊന്നും വേണ്ട, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നിന്നെ വിട്ടയക്കും, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല എന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ചേട്ടനെ എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് ചോദിച്ചതും, ഞാനിപ്പോൾ അറിഞ്ഞുള്ളൂടാ, എന്നെ ഇവർ പിടിച്ചുകൊണ്ടിരുമായിരുന്നു, എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നിന്നെ ഇവിടെ തടവിലാക്കിയിട്ടുണ്ടെന്നും പൈസ കിട്ടിയാൽ വിട്ടയക്കാമെന്നും പറഞ്ഞത്. എന്തായാലും അരുന്ധതി മേഡത്തിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടല്ലോ, ആ സ്വത്തിൽ നിന്ന് കുറച്ച് കൊടുത്താലും മകനെ രക്ഷിക്കാനല്ലേ മേഡം നോക്കുള്ളൂ എന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അമ്മയോട് ആരാ പറയണ പൈസ വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അമ്മയുമായിട്ട് സംസാരിക്കാം, വേറെ ആരും സംസാരിക്കാനില്ലല്ലോ, മേഡം പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ ത്യാഗരാജനാണെങ്കിൽ ശരിയിടാന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. നേരെ പോകുന്നത് ഈ നന്ദൻ്റെ അടുത്തേക്കാണ്. നന്ദൻ ത്യാഗരാജനെ കണ്ടതും ആകെ അവശനായി കിടക്കണോണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയണമൊന്നുമില്ല. അന്നേരം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടാ നന്ദ, നീ എന്താ ആകെ അവശതയാണെന്ന് തോന്നണമല്ലോ, നീ ഇപ്പം മരിക്കൂടാന്നൊക്കെ ചോദിക്കുമ്പം ത്യാഗരാജനോട് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ശരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്നത്, അപ്പോൾ പ്രകാശിൻ്റെ പിന്നിൽ ഇയാളായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അതെന്താ നന്ദ നീ അങ്ങനെ പറയണേ, എനിക്ക് പൈസയ്ക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു, അപ്പോഴാണ് ത്യാഗരാജൻ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞ് എന്നെ ജയിലിൽ കാണാൻ വന്നത്, അവിടെ വെച്ചാൽ ത്യാഗരാജൻ ചേട്ടനും ഞാനും കൂടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്, പിന്നീട് എനിക്ക് പരോള് റെഡിയാക്കി തന്നതും ത്യാഗരാജൻ ചേട്ടൻ തന്നെയാണ്, ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നിന്നെ ഋഷിയെ തട്ടിക്കൊണ്ട് വന്നത്. എന്തായാലും ഋഷിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ അരുന്ധതി മേഡം ഞങ്ങൾക്ക് കാശ് തരും, അതോടുകൂടി ഋഷിയെ ഞങ്ങൾ വിട്ടയക്കും, പക്ഷേ നിൻ്റെ കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ലാടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വസുന്ധര IPS ഓഫീസിൽ ഇങ്ങനെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരത്താണ് DYSP കുരുവിള അങ്ങോട്ട് വരുന്നത്. കുരുവിളയെ കണ്ടത്, സാർ എത്തിയോ, സാറിൻ്റെ അന്വേഷണ ഫയൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, സാറ് വന്ന് ഇരിക്കുമെന്നും പറഞ്ഞ് കുരുവിള അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. സുന്ദരയുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ കുരുവിളയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പണി വരാനുണ്ടെന്ന്. അങ്ങനെ കുരുവിള ചോദിക്കുന്നുണ്ട്, മേഡം എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നിനുമല്ല, തൻ്റെ ഫയൽ എനിക്ക് പരിശോധിക്കേണ്ട വന്നു, അത് പരിശോധിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നന്ദൻ മനഃപൂർവ്വം എവിടെയോ മാറി നിൽക്കാമെന്നാ തങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞതെന്നാ, അത് തങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചതും ഈ കുരുവിളയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അന്നേരം വസുന്ധര ചോദിക്കുന്നുണ്ട്, സാറെന്തോന്നും മിണ്ടാതെ നിൽക്കണേ, എനിക്കിതിന് ഉത്തരം വേണമെന്ന് പറഞ്ഞതും, അത് മേഡം ഞങ്ങൾ അന്വേഷിച്ചപ്പം അതിൽ നിന്നും മനസ്സിലായത് അങ്ങനെയാ, നന്ദൻ മനഃപൂർവ്വം മാറി നിൽക്കണേന്ന്. അങ്ങനെ നന്ദൻ മനഃപൂർവ്വം മാറി നിൽക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ, അവിടെ കുടുംബ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്താന്ന് ചോദിച്ചതും വീണ്ടും ഈ കുരുവിള നിന്ന് പരങ്ങുന്നുണ്ട്. അന്നേരം വസുന്ധര പറയുന്നുണ്ട്, നിങ്ങൾ പരങ്ങൊന്നും വേണ്ട, സത്യങ്ങളെല്ലാം എനിക്കറിയാം, നിങ്ങളും നിങ്ങളുടെ അനന്തരവളും ആ ഒരു കെവിനും കൂടി ചേർന്ന് നന്ദനെ ഇല്ലാത്ത കൊലക്കേസിൽ പ്രതിയാക്കിയത് കൊണ്ടല്ലേ. സമയത്ത് കുരുവിള ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് മേഡം ഈ പറയണേന്ന് ചോദിക്കുമ്പം, എന്തേ തനിക്കൊന്നും മനസ്സിലായില്ലേ, ഞാൻ നടന്ന കാര്യങ്ങൾ തന്നെയാണ് പറയണത്, ആ ഇസബെല്ലയും കെവിനും താനും കൂടെ ചേർന്നല്ലേ നന്ദനെ ഋഷിയുടെ കൊലപാതകം ചെയ്തു എന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ടിപ്പോൾ താൻ നല്ല പുള്ളി ആവണമെന്ന് ചോദിച്ചതും ഈ കുരുവിള പറയുന്നുണ്ട്, മേഡം ചതിക്കരുത്, എനിക്ക് അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ അവരോട് പറഞ്ഞതാ ഇതിനൊന്നും നിൽക്കണ്ടാന്ന്, പക്ഷേ ഇസബെല്ലയുടെയും കെവിൻ്റെയും നിർബന്ധത്തിൽ ഞാൻ വീണു പോയതാ, എന്തായാലും മേഡം ഇത് കാര്യമാക്കരുത്, മേളിലോട്ട് റിപ്പോർട്ട് കൊടുക്കരുതെന്ന്. അന്നേരം വസുന്ധര പറയുന്നത്,
പറയുന്നുണ്ട്, എന്നെയൊക്കെ ഗവൺമെൻറ് ജോലിക്ക് വയ്ക്കുന്നത് ജനങ്ങളെ സേവിക്കാനോ അല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കാനല്ല. എന്തായാലും ഞാനിത് അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഒരു നിരപരാധിയായ പയ്യനെ കൊലപാതകം ചെയ്തു എന്നും പറഞ്ഞ് എത്ര നാളാണ് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ എത്ര മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. അയാൾ മാത്രമല്ലല്ലോ, അയാളുടെ കുടുംബക്കാർ മൊത്തം അത് അനുഭവിച്ചില്ലേ. അതെന്താന്നുള്ളത് നിങ്ങളും അനുഭവിക്കണം. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് കേട്ടതും കുരുവിളയാണെങ്കിൽ നിന്ന് വേർക്കുന്നുണ്ട്. ഇത് വസുന്ധര ചോദിക്കുന്നുണ്ട്, എന്തായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കണേ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം, ഒരു പ്രാവശ്യത്തേക്ക് മേഡം എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണ് ഈ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കെവിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാലും ബെല്ലയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. അപകടം വന്നപ്പോൾ അവൾ എന്നെ ഒഴിവാക്കി രക്ഷപ്പെട്ടു പോയല്ലോ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എല്ലാ കുറ്റവും എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും പാപ്പനും മോളും തീരുമാനിച്ചേക്കണേ. അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എല്ലാ സത്യങ്ങളും അരുന്ധതി മേഡത്തോട് പറയണം. അതുപോലെ തന്നെ ആ വസുന്ധര IPS കണ്ട് സത്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാർ ഓടിച്ച് പോകുന്നത് നേരെ ഈ അരുന്ധതിയുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്ന് കോളിംബെല്ല് അടിച്ചതും അരുന്ധതി വന്ന് ഡോറ് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ, എൻ്റെ മകനെവിടെ, നന്ദൻ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, മേഡം വേറൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ ബെല്ല എവിടുന്ന് പോയിന്ന്. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, അതിന് ബെല്ല പോയെങ്കിൽ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചതും, അതല്ല മേഡം, അന്വേഷണ ചുമതല കുരുവിള സാറിൻ്റെ ഇന്ന് മാറ്റിയതും ബെല്ലേനെ കുരുവിള സാറ് തന്നെ ഇവിടുന്ന് മാറ്റിയതാ. ഇനിയിപ്പോൾ എല്ലാ കുറ്റങ്ങളും എൻ്റെയും മേഡത്തിൻ്റെയും തലയിലാവുമെന്ന് പറഞ്ഞതും അരുന്ധതി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീയും ഇസബെല്ലയും ചേർന്നല്ലേ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞ് നന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്തത്, അല്ലാതെ എനിക്കതിൽ പങ്കൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം മേഡത്തിന് പങ്കില്ലെങ്കിലും ഋഷിക്ക് പങ്കുണ്ടല്ലോ എന്ന് പറയുന്നത്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ആർക്ക് പങ്കുണ്ടായാലും കുഴപ്പമില്ല, ഇനി ഈ കാര്യവും പറഞ്ഞ് നീ എന്നെ കാണാനും വരണ്ട, എന്നിൽ നിന്ന് നിനക്കൊരു സഹായവും പ്രതീക്ഷിക്കുകയും വേണ്ട. അന്ന് പ്രശ്നം രൂക്ഷമായിപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, സത്യങ്ങളെല്ലാം ദേവികയോട് തുറന്നു പറയാം. അന്ന് നിങ്ങളെല്ലാവരും അതിനെ എതിർത്തു, അതുകൊണ്ടല്ലേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയത്. ഇപ്പോൾ എൻ്റെ മകൻ എവിടെയാണെന്നും എനിക്കറിയില്ല, അതുപോലെ നന്ദൻ എവിടെയാണെന്നും അറിയില്ല. ഇവരെ രണ്ടുപേരെയും കണ്ടെത്താതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അന്നേരം കെവിൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും മേഡം എന്ന് ചോദിക്കുമ്പോൾ, നമ്മളെന്ന് പറയണ്ട, നീ എന്തെങ്കിലും ചെയ്യ്, നീ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്, സ്വന്തം സുഹൃത്തിനെയല്ലേ നീ ചതിച്ചത്, ആ നന്ദനിപ്പോൾ ജീവിച്ചിരിക്കണ്ടോയെന്ന് പോലും അറിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയും ദേവികനെയും പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണ് ഈ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, ആ ഡോക്ടറുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ സിദ്ധു എന്ന് ചോദിച്ചതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് കൊലപാതകമാണെന്നുള്ള സംശയം പോലീസിനുണ്ട്, പക്ഷേ അതിനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ആ പരിസരത്തെങ്ങും CCTV ഇല്ല. അതുമാത്രമല്ല, ഡോക്ടർ ഏതോ രോഗിയെ പരിശോധിക്കാൻ പോവാമെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. പിന്നീട് ഡോക്ടറുടെ മരണവാർത്തയെ വീട്ടിൽ അറിഞ്ഞേക്കണേന്ന്. അന്നേരം ദേവിക ഈ ഡോക്ടർ വിളിച്ച കാര്യം സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതിന് ദേവികേനെ ഡോക്ടർ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചതും, അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ, എന്തായാലും എന്നെ വിളിച്ചിട്ട് ആരെയോ ഭയക്കുന്നത് പോലെയാണ് ഡോക്ടർ എന്നോട് സംസാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി ഡോക്ടറിനെ കാണാൻ വരാമെന്ന് പറഞ്ഞേന്നാ. പക്ഷേ ഡോക്ടറെ ഞാൻ കാത്തു നിന്നിട്ടും ഡോക്ടർ വന്നില്ല. പിറ്റേ ദിവസം മരണ വാർത്ത അറിഞ്ഞത്. ഇനിയിപ്പോൾ ഡോക്ടർ പറയാൻ വന്നത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അറിയില്ല അച്ഛാന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും ഡോക്ടർ നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ഇനിയിപ്പോൾ ആ ഡോക്ടറിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനും ദേവികയും കൂടി ഡോക്ടറുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഞാനും കൂടി വരട്ടെ സിദ്ധു എന്ന് ചോദിച്ചതും, വേണ്ട പ്രഭേ, താൻ വന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ തന്നെ നന്ദനെ കാണാതായതോടുകൂടി തൻ്റെ മനസ്സ് ശരിയല്ല, ഇനി അവിടെ ചെന്ന് അവരുടെ സങ്കടവും കൂടി കണ്ടു കഴിയുമ്പോൾ താനാകെ സമനില തെറ്റും, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഈ സിദ്ധാർത്ഥനും ദേവികയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ ഡോക്ടറുടെ വീട്ടിലേക്ക് പോണ വഴിയിൽ കാറിട്ടിട്ട് സിദ്ധാർത്ഥനും ദേവികയും അങ്ങോട്ട് നടന്നു പോണ സമയത്ത് അവരെ തടഞ്ഞു നിർത്താനായിട്ട് 3-4 പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടതും ദേവിക പറയുന്നുണ്ട്, അവരുടെ നിപ്പ് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ലല്ലോ അച്ഛാ, അതാ ഋഷിയുടെ കൂട്ടുകാരാണെന്നാണ് തോന്നണേന്ന് പറഞ്ഞതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതിന് ഋഷിയുടെ കൂട്ടുകാർ അവിടെ നിൽക്കണേന് നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും, അല്ല ഇനിയിപ്പോൾ ഋഷി എൻ്റെ കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പം, അവന്മാരും കൂടി ഉപദ്രവിക്കാൻ വരട്ടെ, അവന്മാർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ സിദ്ധാർത്ഥനും ദേവികയും മുന്നോട്ട് തന്നെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഋഷിയുടെ കൂട്ടുകാർ വന്ന് ദേവികയെ തടഞ്ഞു നിർത്തുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, മാറടാ അങ്ങോട്ടെന്ന് പറഞ്ഞതും, ഞങ്ങളങ്ങനെ മാറാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരനെ കിട്ടണം, ഋഷിയെ വിട്ട് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിന് ഋഷി ഞങ്ങളുടെ കയ്യിലിരിക്കുകയാണോ വിട്ടുതരാൻ?
അവനെവിടെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞതും ഋഷിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ അരുന്ധതി ആൻറ്റി പറഞ്ഞത്, ഋഷി നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നല്ല പറഞ്ഞത്, ഋഷിയെ വിട്ടു തരാതെ നിങ്ങൾ ഇവിടുന്ന് പോകാനൊക്കൂല, ഞങ്ങൾ ഋഷിയെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്നാൽ നീ അങ്ങോട്ട് കൊണ്ടുപോടാന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കൂട്ടുകാരനെ പിടിച്ച് തള്ളിയതും മറ്റുള്ള കൂട്ടുകാരൊക്കെ സിദ്ധാർത്ഥനെ തല്ലാനായിട്ട് വരുമ്പോൾ ദേവിക പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതും മേഡം ഞങ്ങളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട, പോലീസ് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ മേഡത്തിനെയും സാറിനെയും കൊല്ലണ്ട വന്നാലും ഞങ്ങൾക്ക് ഋഷിയെ കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞതും ദേവിക വേഗം തന്നെ ഫോൺ എടുത്ത് പോലീസിലേക്ക് വിളിക്കാനും ഒരുങ്ങുന്നുണ്ട്. ഇതേസമയം സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് മെഴുക്കിട്ട് കയറാൻ വരുന്ന ആ ഒരു കൂട്ടുകാരെയൊക്കെ സിദ്ധാർത്ഥൻ അടിച്ചു ഓടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ കൂട്ടുകാരന്മാരെല്ലാം അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അരുന്ധതിയുടെ വീട്ടിൽ വന്നതും, ആൻറ്റി ഞങ്ങൾ ആ ദേവികേനെയും സിദ്ധാർത്ഥനെയും കണ്ടിരുന്നു എന്ന് പറഞ്ഞതും, നിങ്ങളെന്തിനാ ഇപ്പോൾ അവരെ കാണാൻ പോയെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ഋഷി അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നല്ലേ ആൻറ്റി പറഞ്ഞത്, അപ്പോൾ ഋഷിയെ ഞങ്ങൾക്ക് വിട്ട് തന്നെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതും ഈ അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു മണ്ടത്തര കാണിച്ചത്, ഒന്നുമില്ലെങ്കിലും ദേവിക ഇവിടുത്തെ MLA അല്ലേ, സിദ്ധാർത്ഥനാണെങ്കിൽ മുൻ MLA, അവർക്കുള്ള സ്വാധീനം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് സ്വാധീനം ഉണ്ടായാലും കുഴപ്പമില്ല, കൂടി വന്നാൽ ജയിലിൽ കിടക്കേണ്ട വരുമായിരിക്കും, അതും ഞങ്ങൾക്ക് പേടിയുള്ള കാര്യമല്ല, പക്ഷേ ഞങ്ങളുടെ ഋഷിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയും മാധവനെയാണ്. ശാരികയാണെങ്കിൽ മാധവനോട് പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് ദേവേച്ചിയും സിദ്ധുവങ്ങളും പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, എന്ത് പ്രശ്നമാണ് മോളെ എന്ന് ചോദിച്ചതും, ആ അരുന്ധതിയുടെ മകൻ്റെ കൂട്ടുകാരില്ലേ അവർ ചേച്ചീനെയും സിദ്ധാർത്ഥനങ്ങളിനെയും തടഞ്ഞു നിർത്തിയിട്ട് ഋഷിയെ വിട്ടുകൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു, അതിന് ദേവിക മോളുടെ കയ്യിൽ ഋഷി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചതും അത് അച്ഛൻ പറഞ്ഞത് നേരാ, പക്ഷേ ആ അരുന്ധതി വിശ്വസിച്ചിരിക്കുന്നത് ഋഷി ഈ ചേച്ചിയുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ്. അന്നേരം അങ്ങോട്ട് വരുന്ന രാധിക ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം മോള് പറയേണ്ട വരില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ വേണ്ടി വരും, ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ചേച്ചിക്ക് തന്നെയായിരിക്കും, ചേച്ചി അങ്ങനെ അരുന്ധതിയോട് ചെന്ന് പറഞ്ഞേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ ഇങ്ങനെ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പം കാറിന് മുന്നിലായിട്ടൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. പോലീസ് ജീപ്പ് കണ്ടതും കെവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ജീപ്പിൽ നിന്നും ഇറങ്ങി വരുന്നത് നമ്മളുടെ വസുന്ധര IPS ആണ്. വസുന്ധര IPSനെ കണ്ടതും ഈ കെവിൻ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇനിയുള്ള ജീവിതം ജയിലിലായി, ആ ബെല്ലയുടെ ഒരു കാര്യം എന്നാലും അവൾ ഇതുപോലൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പം ഈ വസുന്ധര IPS ജീപ്പിൽ നിന്ന് ഇറങ്ങി കെവിൻ്റെ കാറിൻ്റെ ഡോറിൽ മുട്ടുന്നുണ്ട്. ആ സമയം കെവിൻ നോക്കുമ്പോൾ ഈ വസുന്ധര IPSനെ കണ്ടതും കെവിനാണെങ്കിൽ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര IPS ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ കാറിൽ തന്നെ ഇരിക്കണേ, പുറത്തേക്ക് ഇറങ്ങടാന്ന് പറഞ്ഞതും പേടിയോടുകൂടി കെവിൻ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.